കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് വീണ്ടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ നോമ്പുകാല പ്രാർത്ഥന, പരിഹാര പ്രാർത്ഥന ആരംഭിക്കുന്നു. നാളെ വിഭൂതി, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും തലമുറകളുടെയും നമ്മളുടെയും വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥനയാണ്. കുരിശിൻ്റെ വഴിയും പീഡാസഹനവും ധ്യാനിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതലും സൗഖ്യവുമുണ്ട്. നാളെ മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒപ്പം കൂടി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങൾ ഫാദർ സാംസൺ ക്രിസ്റ്റി PDM എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. കുരിശിൻ്റെ വഴി കൂടി പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് എലിസി പോള്. ഞാൻ ആളൂർ ആനത്തടം ഇടവകയിൽ നിന്ന് വരുന്നു. എവിടെന്നാ? ആളൂർ ആനത്തടം ഇടവകയിൽ നിന്ന്. ആളൂര് ആനത്തട ഇരിങ്ങാലക്കുട. പറഞ്ഞോളൂ. എന്റെ കാലില് 15 വർഷത്തോളമായിട്ട് 2 കാലിന്റെ കാൽപാദത്തിലും നിറച്ച് ആടിയായിരുന്നു. ഒരു 5-10 രണ്ട് കാലുകളിലും 2 കാൽപാദങ്ങളിലും നിറച്ചു ആണി. എന്റെ പിതാവേ, ഇപ്പൊ എങ്ങനെയാവും? നടക്കാൻ മുറ്റത്തും അകത്തൊക്കെ ഞാൻ ചെരുപ്പിട്ടാണ് നടന്നായിരുന്നത്. മുറ്റത്തൊക്കെ ഒരു കുഞ്ഞു കല്ല് പോലും എന്റെ കാലിൽ ചെരുപ്പിട്ടാലും ആ കല്ലുമ്മ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാല് പൊക്കി പിടിക്കും. അതേപോലെയായിരുന്നു. എത്ര സഹിച്ച് 2 കാലില് നിറച്ചു ആണി. ഞാൻ ഈ ഹോമിയോ മരുന്ന് കഴിച്ചു, ഒരു തുള്ളി മരുന്ന് ഒഴിച്ചു. അപ്പൊ ആണി കുറച്ചിങ്ങനെ പൊന്തി പോരും. അത് അങ്ങനെ ഇപ്പൊ ഒരാഴ്ചയൊക്കെ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും വരും. ഇംഗ്ലീഷ് മരുന്നും കഴിച്ചായിരുന്നു. അന്നും ഇങ്ങനെ തന്നെയായിരുന്നു. കഴിക്കാനൊന്നും തരില്ല. ഇത് ഒഴിക്കാനായിട്ടൊരു മരുന്ന് വരായിരുന്നു. അത് തരുമ്പോ ഒഴിക്കുമ്പോ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറവുണ്ടാവും. 2ാമത്തെ ആഴ്ച പണ്ടത്തെ പോലെ തന്നെ ആവും. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ 2017 മെയ് മാസം 13-ാം തീയതി 2ാമത്തെ വെള്ളിയാഴ്ച ആദ്യമായിട്ട് ഞാൻ അട്ടപ്പാടിയിൽ വന്നു. 2017 അവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു കുരിശിന്റെ കൽപ്പാത പോവാന്ന് പറഞ്ഞു. അവിടെ ഒരു കുരിശിന്റെ വഴിയുണ്ട്. കൽപ്പാത മൊത്തം കരിങ്കല്ലാണ്. കരിങ്കല്ലിന്റെ മുകളിൽ കൂടെ അത് കാണുമ്പോൾ തന്നെ ചില തലകറങ്ങി അവിടെ ഇരിക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെ തല പൊക്കുള്ളൂ. ആ കുരിശിന്റെ വഴി കാണുമ്പോൾ തന്നെ അത്രയും ആ കരിങ്കല്ലിന്റെ മുകളിലാണ് ഈ ആണിയുള്ള ചേച്ചി വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ കാല് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡി ആയി നിൽക്കാൻ പോവാനായിട്ട്. അപ്പൊ എന്റെ കൂടെയുള്ളവർ പറഞ്ഞു ചെരുപ്പ് കൂടെ ഊരിയിട്ട് ചെരുപ്പ് ഊരി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനില്ല, ഞാൻ ഈ മാവിന്റെ ചോട്ടിൽ നിന്നോളാം. എന്റെ കാലിന്റെ സ്ഥിതി എനിക്ക് അറിയുള്ളൂ കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് എന്നാ ഞാനില്ല, എന്റെ ചെരുപ്പ് മാവിന്റെ ചോട്ടിൽ നിൽക്കാൻ ഞാൻ കൂട്ടം തെറ്റിയൊന്നും പോവില്ല, ഞാൻ അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ അഭിഷേക് അഗ്നി ലീഡേഴ്സ് ആയിട്ടുള്ള ഷിൻസൺ എന്ന് പറഞ്ഞൊരു സഹോദരനാണ് ഞങ്ങളെ കൊണ്ടുവന്നായിരുന്നത്. അപ്പൊ അവൻ പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് നടക്കാതൊക്കെ ഈശോ ശരിയാക്കി തരുന്നു പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, ചെരുപ്പ് അങ്ങനെ മാറ്റിയിട്ട് ആണിയുള്ള കാലുകൾ കല്ലിന്റെ മുകളിലേക്ക് വെച്ചോളൂ. അപ്പോൾ എനിക്ക് മടിയായിരുന്നു. മടിച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ കാലൊക്കെ ചെരിച്ച് കല്ലെവിടെയാന്നൊക്കെ സൂക്ഷിച്ച് നോക്കി ചെരിച്ചും നല്ല മിനുസുള്ള നല്ല കല്ല് നോക്കി അരുത്തുകോടെ ഇങ്ങനെ പോവാൻ നോക്കുമ്പോ പറ്റണില്ല. എന്നാലും ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ചവിട്ടി പോയി. ഒരു 5-6 സ്ഥലം വരെ ഞാൻ ഓർക്കണ്ട അങ്ങനെ ചെരിച്ച് ചവിട്ടിയത്. പിന്നെ ഞാൻ അവരുടെ കൂടെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി. ഒന്നും കാലും 5-6 സ്ഥലം കഴിഞ്ഞപ്പോഴത്തേന് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് തീരെ വയ്യ അല്ലേ? അല്ല, കാലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അവരുടെ പോലെ തന്നെ അങ്ങോട്ട് നടന്ന് അവരുടെ കൂടെ അവിടെ എത്തിക്കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നു നോക്കുമ്പോ കാലുമ്പോ ഒരു ആനയുടെ പാട് പോലും കാണാൻ കുരിശിന്റെ വഴി ആ പാണെന്ന് വെച്ച പാറക്കല്ലുകളുടെ മുകളിൽ കൂടെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു നടക്കൂ, ഒരു കുഴപ്പമില്ല, യേശുവിൻ്റെ പീഡാനുഭവം അല്ലേ ധ്യാനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 സ്ഥലം വരെ വേദനിച്ച് ഇങ്ങനെ പോയത് ഓർക്കുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ല. കുമ്പസാരല്ല, ആ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് നോക്കുമ്പോൾ കാൽപാദത്തിൽ ഒട്ടും ആണിയില്ല. ആ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നോ? അപ്പോൾ അവിടുന്ന് ഒരു ബസ് നിറച്ചു ആളാണ് വന്നിരിക്കണതേ അല്ലേ? അപ്പോൾ അവിടെയുള്ള ലീഡർമാരും എല്ലാവരും നോക്കിയപ്പോൾ കാലിൽ കാലിലാണിയില്ല. 2 കാലും പരിപൂർണമായി ക്ലിയറാണ്. അവിശ്വാസികൾ, യുക്തിവാദികൾ, നിരീശ്വരന്മാർ, നിഷേധികൾ, മാത്സര്യക്കാർ, വിഗ്രഹാരാധകരൊക്കെ ഇരിക്കേണ്ട അവരെല്ലാം കാണട്ടെ. പിന്നെ ഇന്ന് വരെ എല്ലാ മാസവും 2ാമത്തെ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ 10ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേവരെ മുടങ്ങിയിട്ടില്ല. കർത്താവ് അപ്പൊ നോക്കിയാ കുരിശിന്റെ വഴി നടത്തി തീരുന്നതിന് മുമ്പ് ഈ ആണി എത്ര വർഷമായിട്ടുള്ളതാണ്? 15 വർഷമായി. 15 വർഷമായി 2 കാലുകളിൽ നിറച്ചാണി. അതാണ് ഒരു കുരിശിന്റെ വഴി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. നോക്കിയേ, അത്ഭുതം കണ്ട. സന്തോഷമുള്ളവർ നന്നായി കൈ ഉയർത്തി പിടിക്കൂ. കൈ ഉയർത്തി പിടിച്ചില്ലേ? ഈ നന്നായിട്ട് ശക്തിയോടെ കൈയടിച്ചേ.
കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. Glory, 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 glory. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ.